കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഊർങ്ങാട്രി വടക്കുമുറി കളപ്പാറയിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ അതിഥി സംസ്ഥാന തൊഴിലാളികൾ മരിച്ചത് ടാങ്കിനകത്തെ വെള്ളത്തിൽ മുങ്ങിയാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അസം ഗോൽപാറ സ്വദേശികളായ ഹിതേഷ് ശരണയ, സമദ് അലി, ബീഹാർ സ്വദേശി വികാസ് കുമാർ എന്നിവരാണ് മരിച്ചത്. ഹിതേഷ് ശരണയ, വികാസ് കുമാർ എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായത്. സമദ് അലിയുടെ ബന്ധുക്കൾ ഇന്നലെ രാത്രിയാണ് മഞ്ചേരിയിലെത്തിയത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ടാങ്കിനകത്തകപ്പെട്ട തൊഴിലാളികൾ വിഷവാതകം ശ്വസിച്ച് ബോധരഹിതരായിട്ടുണ്ടാകാം. ടാങ്കിൽ മുട്ടിന് താഴെ മാത്രമേ വെള്ളമുണ്ടായിരുന്നുവെങ്കിലും കുഴഞ്ഞു വീണതോടെ ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കെമിക്കൽ ഉപയോഗിച്ചാണ് ടാങ്ക് വൃത്തിയാക്കുന്നത്. ഇത് ശ്വാസതടസ്സത്തിന് കാരണമായി. ടാങ്കിനകത്ത് ഓക്സിജൻ കുറവായതും മരണത്തിലേക്ക് നയിച്ചു. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ ഫലം വന്നെങ്കിലേ മരണകാരണം കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരായ അനൂപ്, ഡോക്ടർ അഫ്ര എന്നിവരാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ സംഭവസ്ഥലം സന്ദർശിക്കുമെന്ന് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. എന്നാൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് വിമാനമാർഗം കൊണ്ടുപോകാൻ ആവശ്യമായ പോലീസിന്റെ NOC വൈകിയതോടെ 3:15 ശേഷമാണ് മൃതദേഹവുമായി ബന്ധുക്കൾക്ക് മടങ്ങാനായത്. ആംബുലൻസിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം എംബാം ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോയി. മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്ന ഇരുവരുടെയും ബന്ധുക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി മഞ്ചേരിയിലെത്തിയത്. വികാസിനൊപ്പം ജോലി ചെയ്തിരുന്ന സഹോദരൻ ധീരജും മറ്റ് 2 സഹപ്രവർത്തകരും അനുഗമിച്ചു. വികാസ് കുമാർ പ്ലാന്റിലെ മെക്കാനിക്കും മറ്റു 2 പേർ തൊഴിലാളികളുമാണ്. ബുധനാഴ്ച രാവിലെ 11-നാണ് അപകടം. വടക്കുമുറിയിൽ കോഴിമാലിന്യം സംസ്കരിച്ച് മൃഗങ്ങൾക്ക് തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന അനുഗ്രഹ ഹാച്ചറി പൗൾട്രി ഫാം ആൻഡ് റെൻഡറി യൂണിറ്റിലായിരുന്നു അപകടം. തൊഴിലാളികളെ മാനേജർ വിളിച്ചപ്പോൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് തെരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.